സബ്ജേഷണം നമ്മുടെ എല്ലാമെല്ലാമായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന് 1997 ഏപ്രിൽ 21 വൈക്കത്ത് സ്വീകരണം കൊടുത്തപ്പോൾ വൈക്കത്ത് ഗുരുവിന് വരവേൽപ്പും ശാന്തിയാത്രയൊക്കെ നടന്ന വേളയിൽ അവിടെ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ഗുരു വരുന്നതിന് തൊട്ട് മുമ്പ് അന്ന് ഗുരുവോടൊത്തുണ്ടായിരുന്ന ഗംഗാധരൻ മാസ്റ്റർ, അതായത് ഗോപാലകൃഷ്ണ സാറിൻ്റെ അനുജനായ ഗംഗാധരൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണ ശകലം ഇവിടെ കാണിക്കാൻ എല്ലാവരും അറിവിലേക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഏറ്റവും അടുത്ത് നിന്ന വിനായക് സാറ്, ഗംഗാധരൻ മാസ്റ്റർ, പിന്നെ ഗുരുനിശ്ചയ സ്വാമി എന്ന ജാൻ വർഗീസ്. ഈ പറയുന്ന ഗംഗാധരൻ മാസ്റ്റർ പിൽക്കാലത്ത് പൂർണ്ണസ്വാമി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു തുടങ്ങി. കാരണം ഗുരുവിൻ്റെ ദേഹവിയോഗ ശേഷമാണ് അദ്ദേഹം സന്യാസം കൊടുത്ത് പിന്നീട് അമൃതാചാര്യനെയും ഗുരുസ്വാമി എന്നിവരുടെ പീഡനം സഹിക്കുകയും അദ്ദേഹം ഇവിടെ നിന്ന് പാരായണം ചെയ്യപ്പെടേണ്ടി വന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ ഞാൻ കാണിക്കാം. ഇദ്ദേഹത്തെ വിനായക് സാറൊക്കെ എന്ന് പറഞ്ഞാൽ വിനായക് സാറും ഗംഗാധരൻ മാഷും പിന്നെ ജാൻ വർഗീസ് എന്ന് പറയുന്ന ഗുരുനിശ്ചയ സ്വാമിയൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രഭാഷണങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സുകളെ പിടിച്ചെടുത്തു. ഗുരുവിൻ്റെ ആശയം ലളിതമായ രീതിയിൽ മനുഷ്യ മനസ്സുകളിൽ ഇടം പിടിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്നു. അവരുടെ അനുഭവങ്ങളും മറ്റുള്ള ഒട്ടനവധി കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള ഇവരുടെ കാരണം എൻ്റെ മനസ്സിലേക്ക് ഒട്ടനവധി സ്വാധീനിച്ചിട്ടുണ്ട് ഇവരുടെ ആ ലളിതമായിട്ട് അത് തന്നെയല്ല മറ്റു കാര്യങ്ങളെ ക്രോഡീകരിച്ച് കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടുള്ള ആശയപ്രചരണം, ആശയ സംവാദം, ഒട്ടനവധി കാര്യങ്ങൾക്ക് എനിക്ക് ഗുണകരമായിട്ടുണ്ട് ഗുരുവിൻ്റെ ആശയം മനസ്സിലാക്കാൻ. അപ്പോൾ അന്ന് വൈക്കത്ത് ഗുരു വരുന്ന വേളയിൽ അദ്ദേഹം സംസാരിച്ച ആ ഒരു വോയിസ്, ആ ഒരു വീഡിയോ ഞാനിവിടെ എല്ലാവരും അറിവിലേക്ക് അടിയാണ്. ഈ വീഡിയോയുടെ ഗുരു സംസാരിക്കുന്ന ഭാഗം 2024 നവംബർ 2 ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അത് കാണണമെന്നുള്ളവർക്ക്, അത് കാണാത്തവർക്ക് ആ വീഡിയോയും കാണാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ നാം പോകുന്ന തരത്തിൽ ക്ഷേത്ര സമ്പ്രദായത്തിലുള്ള എല്ലാ രീതികളും കർമ്മങ്ങളും ഞാൻ ചെയ്തു. എന്നിട്ടും എനിക്കതിൽ നിന്ന് ഒരു ശാന്തിയോ സമാധാനമോ ലഭിച്ചില്ല. ക്രമേണ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവത്തിൽ നിന്ന് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു. ദൈവം ഉണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്ക് ബലപ്പെട്ടു. എൻ്റെ കൂട്ടുകാർ എന്നെ ഈ വേദനയിൽ നിന്നോ കഷ്ടപ്പാടിൽ നിന്നോ മോചിതനാക്കാനായി അവർ വഴിപാടുകളും നേർച്ചയും നടത്തിയെങ്കിലും ഞാൻ അതിലൊന്നും പങ്കുകൊണ്ടില്ല. പൂർണ്ണമായിട്ടും എനിക്ക് തോന്നി ദൈവം എന്നൊന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഞാൻ എന്തിന് പ്രതിയാവണം, എന്തിന് ശിക്ഷിക്കപ്പെടണം? അങ്ങനെയുള്ള റബൽ ചിന്താഗതി എനിക്ക് വന്നപ്പോൾ ഞാൻ തികച്ചും ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവ നിഷേധിയായി. ആ അവസരത്തിൽ എൻ്റെ വിദ്യാലയത്തില് എൻ്റെ ഒരു സഹപ്രവർത്തകയായിട്ട് എനിക്ക് എൻ്റെ അധ്യാപകൻ, എൻ്റെ സീനിയർ അധ്യാപകൻ, എന്നെ പഠിപ്പിച്ച വയസ്സായ അധ്യാപകൻ ഒരു വഴക്കൂടേണ്ടി വന്നു. അത് കണ്ടുകൊണ്ട് വന്ന് എനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ അവരെ നല്ലതുപോലെ പിടിച്ച് അടിച്ചു. ഏറ്റവും മോശമായ ഒരു പ്രവൃത്തി. അങ്ങനെ അവരെ സ്കൂൾ അങ്കണത്തിൽ വെച്ച്, ഓഫീസിൽ വെച്ച് ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്ക് അങ്ങനെ ഈ 6-7 കൊല്ലം കൊണ്ട് വന്നു. എനിക്ക് അതിൽ അന്ന് ദുഃഖം തോന്നിയില്ല. പക്ഷെ ഇന്ന് ഞാൻ അതിൽ വേദനിക്കുന്നു, ദുഃഖിക്കുന്നു. പക്ഷെ അന്ന് മറ്റൊരാളെ എത്തിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണെങ്കിൽ തന്നെയും കർമ്മഫലം എന്നെ 16 മാസം സസ്പെൻഷനിലാക്കി. കേരള സ്റ്റേറ്റ് ഡിഫൻസ് ഡയറക്ടറാണ് എന്നെ വന്ന് സസ്പെൻഡ് ചെയ്തത്. ആ അവസരത്തിൽ ഈ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് ഞാൻ വിജിലൻസ് ഡയറക്ടറെ കാണാനായിട്ട് എല്ലാ മാസത്തിൽ മിക്കവാറും 2 തവണ അദ്ദേഹത്തെ കാണാൻ തിരുവനന്തപുരത്ത് വരുമായിരുന്നു. അന്നൊന്നും ആശ്രമത്തെക്കുറിച്ചോ ഗുരുജിയെക്കുറിച്ചോ എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയിൽ എൻ്റെ ഒരു സുഹൃത്ത് തൃശ്ശൂരിൽ നിന്ന് വന്ന അദ്ദേഹം എൻ്റെ നാട്ടിലെ ഒരു ഓഫീസിൽ ജോലിക്കാരനായി വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ശാന്തിഗിരി ആശ്രമം സ്ഥാപകാചാര്യൻ ബ്രഹ്മശ്രീ കരുണാകര ഗുരുജിയുടെ ജന്മദിന പതിപ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ പോസ്റ്റലായിട്ട് വന്നു.
പുസ്തകം കിട്ടിയത് എൻ്റെ കയ്യിലായിരുന്നു. ഞാൻ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിലെ ഉപദേശക സമിതി അംഗങ്ങളായിട്ട് ശ്രീ എം പി അമ്പൻ, ശൂരനാട് കുഞ്ഞൻപിള്ള, ഡോക്ടർ വെള്ളാനി അർജുനൻ, സ്റ്റോവി വിജയൻ തുടങ്ങിയ പ്രഗത്ഭരായ ആൾക്കാരാണ് അതിലുണ്ടായിരുന്നത്. ഇത്രയും പ്രഗത്ഭരായ ആൾക്കാർ ഉപദേശക സമിതി അംഗങ്ങളായിട്ടും ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടും ഇരിക്കുന്ന ഈ ആശ്രമത്തെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്താണെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നി, ഇതേതാണ് പുതിയൊരു ആശ്രമം. ഇപ്പോൾ കൂട്ടുകാരനോട് ചോദിച്ചു, ഇതേതാണ് ഈ ആശ്രമം, ആരാണ് ഇതിൻ്റെ സ്ഥാപകാചാര്യൻ? അദ്ദേഹം പറഞ്ഞു, എഴുതാനും വായിക്കാനും അറിയാത്ത, സ്കൂളിൽ പോവാത്ത ത്രികാലജ്ഞാനിയായ ഒരു ഗുരുവാണ് ഈ ആശ്രമത്തിലെ സ്ഥാപകാചാര്യൻ. എനിക്ക് പെട്ടെന്ന് ചിരി വന്നു. ഞാനൊരു ദൈവനിഷേധിയായിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു ത്രികാലജ്ഞാനി ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് പ്രത്യക്ഷപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഈ ലോകം അറിയുന്നില്ല? ഈ രഹസ്യമാക്കിയിട്ട് ആ ജ്ഞാനം വെക്കേണ്ട ആവശ്യമെന്ത്? ഡോക്ടർ മോഹൻ പാമ്പാടി ഉടൻ തന്നെ ഈ സ്റ്റേജിലേക്ക് വരണം എന്ന് അപേക്ഷിക്കുന്നു. ഡോക്ടർ മോഹൻ പാമ്പാടി ഉടൻ തന്നെ ഈ സ്റ്റേജിൽ എത്തിച്ചേരണം എന്ന് അപേക്ഷിക്കുന്നു. ഗേറ്റ് മുതൽ ഇങ്ങോട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും, എല്ലാ ഭക്തജനങ്ങളും, ആത്മബന്ധുക്കളും മറ്റ് സജ്ജനങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ഗുരു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഗുരുവിനെ ആനയിച്ച് ഇങ്ങോട്ട് ഈ ഒരുക്കിയിട്ടുള്ള ഈ വഴിയിൽ കൂടി കൊണ്ടുവരുമ്പോൾ നമ്മൾ ആരും തന്നെ ദേഹത്ത് മുട്ടുകയോ തൊടുകയോ മറ്റ് ഉപദ്രവങ്ങൾ ചെയ്യുക അരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഗുരുവിനെ അനുഗമിച്ചു വരുന്ന ഏതാനും ആളുകൾക്കും ഇങ്ങനെ സൗകര്യമായി കടന്നു വരുന്നതിന്, ദേഹത്തെങ്ങും മുട്ടാതെ സൗകര്യമായി കടന്നു വരുന്നതിന് ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് അപേക്ഷിക്കുന്നു.